അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്കൊരു ചെറിയ അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 വെളുത്തുള്ളി, ഒരു പിടി ചെറിയ ഉള്ളി എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി പേസ്റ്റായിട്ട് അരിഞ്ഞു പോണ്ട, തരിതരിപ്പായിട്ടൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് പച്ചരിയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട കുത്താതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്ലെയിം കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ കട്ട പിടിക്കാതെ നന്നായിട്ട് തേച്ച് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതാ നമ്മുടെ ഡോ സെറ്റായിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ചൂടൊക്കെ പോയി നല്ല കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റിയ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ എള്ളാണ്. ഇനി വീണ്ടും ഈ എള്ള എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതാ നമ്മുടെ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നിറയെ കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഒരു വറവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിത്തിരി സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നിട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു സവാളയുടെ പകുതി, കുഞ്ഞു സവാളയാണ്, 2 തണ്ട് കറിവേപ്പില, ഇത്തിരി ചില്ലി ഫ്ലേക്സ്, ഒരു പച്ചമുളക്, ഈ ഒരു ഉള്ളിലേക്ക് ആവശ്യമായ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ബോൾസ് ആക്കി വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വറവ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.